ദൈവത്തിൻ്റെ കയ്യിൽ വീഴുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവമെല്ലാം കാണുന്നു, നീതിയോടെ പ്രവർത്തിക്കുന്നു. അതേസമയം ദൈവം പാപത്തെ വെറുക്കുകയും അവിശ്വാസം, മത്സരം എന്നിവയ്ക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നു. ദൈവം വെളിപ്പെടുത്തിയ സത്യം സ്വീകരിച്ചവർ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുക എന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയിലെത്തുക എന്നതാണ് അർത്ഥമാക്കുന്നത്. 2 ശമൂവേൽ 24-ാം അധ്യായം 14-ാം വാക്യം. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക എന്ന് ദാവീദ് പറയുന്നു. ഒരിക്കൽ ദാവീദ് രാജാവ് ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ശ്രമിച്ചു. എന്നാൽ മന്ത്രിയായ യോവാബ് ദാവീദിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എങ്കിലും അവർക്ക് രാജകൽപ്പന അനുസരിക്കേണ്ടതായി വന്നു. ജനസംഖ്യ എടുത്തതിനു ശേഷം ദാവീദ് തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറയുവാനിടയായി. രാവിലെ ഗാദ് പ്രവാചകൻ ദാവീദിൻ്റെ മുൻപാകെ കടന്നുവന്ന് ഈ വിഷയത്തെ ധരിപ്പിക്കുവാനിടയായി. ഗാദ് പ്രവാചകൻ 3 കാര്യങ്ങൾ ദാവീദിന് മുൻപിൽ വെച്ചു. നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമമുണ്ടാകുകയോ, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്ത് വേണം എന്ന് ചോദിപ്പാനിടയായി. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവൻ്റെ കരുണ വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അനന്തരം ദൈവം അയച്ച മഹാമാരിയാൽ ഇസ്രായേലിൽ 70,000 പേർ മരിച്ചുപോയി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് തെറ്റ് ചെയ്തിട്ട് അതുപോലും കണ്ണടയ്ക്കുവാൻ ദൈവം തയ്യാറായില്ല. കാരണം ദൈവം നീതിമാനാണ്. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമായാലും ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ തയ്യാറാകണം.